പാഠം 538. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. അരവിന്ദ് സാറോ? നമസ്കാരം. ഞാനിന്ന് ഉച്ചയ്ക്ക് ബാങ്കിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ മറക്കൂ സാർ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പണവുമായി ഞാൻ ബാങ്കിലെത്തിയിരിക്കും. കെ മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന് സാറിനും അറിയാലോ. ശരി സാർ, ഉച്ചയ്ക്ക് കാണാം. എത്രയോ പേരാണ് അവരുടെ കുട്ടികളോട് മോഹനകൃഷ്ണൻ സാറിനെ കണ്ടു പഠിക്ക് എന്ന് പറയുന്നത് നിനക്കറിയാമോ? എന്റെ ഈശ്വര, അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാവി ഒരു തീരുമാനമായിട്ടുണ്ടാവും. ഭാമേ, സഹകരണ ബാങ്കിലെ സെക്രട്ടറി അരവിന്ദൻ സാർ പറയുകയാ, നമ്മുടെ നാട്ടിൽ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പലരും കൈക്കൂലിക്കാരുമാണ്, എന്നിട്ടും ഒരാൾക്കും ഒരു സമ്പാദ്യവും ഇല്ല എന്ന്. കൈക്കൂലി വാങ്ങിക്കുന്ന കാശ് കൃത്യമായി സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സഡ് ഡിപ്പോസിറ്റ് വിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിശേഷപ്പെട്ട തരം മാനസിക രോഗമാണ് മോഹനേട്ടന് എന്ന് ഞാൻ ഇതുവരെയായിട്ടും ആരോടും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞാലും എനിക്കൊന്നുമില്ല. മോഹനകൃഷ്ണൻ ശരിയായത് മാത്രമേ ചെയ്യൂ. മതി, അത് മാത്രമേ ചെയ്യാവുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ? എന്താ? ഇന്ന് ഡിസംബർ 24. നാളെ ക്രിസ്മസ്. മധ്യവരുത്തനായ നിലയ്ക്ക് ആ വഴി നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ചെയ്യാവുന്നുള്ളത് ഒരു ക്രിസ്മസ് കേക്ക് വാങ്ങുക എന്നുള്ളതാണ്. ഉത്തമന് വിവരമുണ്ട്. പക്ഷെ ഞാനൊരു ക്രിസ്മസ് കേക്ക് വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ സാർ എന്നെ കണ്ടുപിടിക്കാൻ ഇനി കുറ്റങ്ങളൊന്നും ബാക്കിയില്ല. കേക്ക് കഴിക്കുന്നത് ശരീരത്തിന് കേടാണ്, അനാവശ്യമായി അങ്ങനെ പണം ചെലവാക്കുന്നത് ദൂർത്താണ് തുടങ്ങി 10,000 തർക്കങ്ങള്. ഒരു കേക്കൊക്കെ വാങ്ങുന്നത് അത്ര ദൂർത്താണ് സാറേ. ഉത്തമ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ അതിന് വ്യക്തമായ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ക്രിസ്മസ് എന്നത് യേശുക്രിസ്തുവിന്റെ ജന്മദിനമാണ്. യേശുക്രിസ്തുവും കേക്കും തമ്മിൽ എന്താണ് ബന്ധം? അമ്മയുടെ അച്ഛന്റെ കാര്യം നോക്കണം, അനിയന്റെ പഠിപ്പ് വേറെ. കാഞ്ഞന സാർ കല്യാണം കഴിച്ചാൽ എന്താ? പ്രഹ്ലാദൻ ചേട്ടൻ ജോലിയുണ്ട്, ശമ്പളം ഉണ്ട്. എന്താണ് രാവിലെ വലിയ ചർച്ച? ഒന്നുമില്ല സാർ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കഷ്ടപ്പാടുകളെ പറ്റി പറയായിരുന്നു. ഇക്കാലത്ത് സർക്കാർ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് പറ്റുന്നുണ്ടല്ലോ. സർക്കാർ ശമ്പളമല്ലാതെ എനിക്ക് വേറെ ഒരു വരുമാനവും ഇല്ല. 2 മാസം മുമ്പ് ഒരു അപേക്ഷ ഇവിടെ തന്നിരുന്നു. എന്തപേക്ഷ? മഴക്കെടുതിയിൽ കൃഷിനാശം വന്നതിന്റെ നഷ്ടപരിഹാരത്തിന് വന്നതാ. 50 സെന്റിലുണ്ടായിരുന്ന വാഴ മുഴുവൻ പോയി. ഇവിടുന്ന് വന്ന് കണക്കെടുത്തിരുന്നു. ഞാനാ അന്ന് കണക്കെടുക്കാൻ വന്നത്. അതിന്റെ കടലാസൊക്കെ താലൂക്ക് ഓഫീസിലേക്ക് അയച്ചതാണല്ലോ. സർക്കാരിൽ നിന്ന് കാശ് കിട്ടിയില്ലേ? ഇല്ല സാർ, 2 ആഴ്ച മുമ്പ് താലൂക്കിൽ നിന്ന് പണം അയച്ചു എന്ന് പറഞ്ഞ ഒരു അറിയിപ്പ് വന്നു. വാങ്ങാനായി ചെന്നപ്പോ അവര് പറഞ്ഞു ഇവിടുന്ന് അയക്കേണ്ട ഒരു കടലാസ്. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കടം വാങ്ങിയതെടുത്ത് ഇവിടെ ചോദിച്ചില്ലല്ലോ. അതെന്ത് വർത്താനാ സാറേ? എനിക്കുണ്ടായ നഷ്ടത്തിന് സർക്കാർ അനുവദിച്ച രൂപ 20,000 താലൂക്ക് ഓഫീസിൽ ഇരിപ്പുണ്ട്. ഒരാളോടും തെണ്ടാതെ എനിക്ക് എന്റെ കാര്യം നടത്താൻ ആ കാശ് മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ ആ കടലാസ് ശരിയാക്കി അയക്കാത്തത് കൊണ്ട് ഞാൻ പെട്ടുപോയി. അല്ല, ഇനിയിപ്പോ ഞാൻ ഇവിടെ ഒന്നല്ലാതെ എവിടെ പോയി ചോദിക്കണമെന്നായി പറയുന്നേ? ക്രിസ്മസ് ആയിട്ട് ഒരു കേക്ക് മേടിക്കണമെന്നോ നക്ഷത്രം വാങ്ങണമെന്നോ തോന്നുന്നത് തെറ്റാണോ? ഒന്നും വേണ്ട. കെട്ടിയോക്കും പിള്ളേർക്കും 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. എനിക്ക് എന്റെ കാശ് കിട്ടണം. വാങ്ങിയിട്ടേ ഞാൻ പോവും. ചേട്ടാ, സർക്കാർ ഓഫീസിൽ കയറി പേടിപ്പിക്കുകയാണോ? പേടിപ്പിച്ചാൽ എന്താ കുഴപ്പം? അവധിയായതുകൊണ്ടാ. ഇല്ലെങ്കിൽ നാളെ തന്നെ ഇവിടുത്തെ കടലാസ് ശരിയാക്കി താലൂക്ക് ഓഫീസിലേക്ക് അയക്കുമായിരുന്നു. മറ്റന്നാൾ രാവിലെ ഞാനത് ചെയ്തുതരാം. അപ്പോ ഞാൻ മറ്റന്നാൾ രാവിലെ വരാം സാറേ. വേണ്ട, മറ്റന്നാൾ രാവിലെ കടലാസ് ശരിയാക്കി ഞാൻ തന്നെ താലൂക്ക് ഓഫീസിലേക്ക് എത്തിച്ചോളാം. അടുത്ത തിങ്കളാഴ്ച താലൂക്ക് ഓഫീസ് ചെന്നാൽ ജോർജ് ചേട്ടന്റെ പൈസ കിട്ടും. വലിയ ഉപകാരം സാറേ. ഇത്രയും നല്ല മനുഷ്യരൊക്കെ സർക്കാർ ഓഫീസിൽ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇതെന്റെ ജോലിയല്ലേ. ഞങ്ങൾക്ക് ഒരു വന്ന് വില്ലേജ് ഓഫീസർ മൊത്തത്തിലൊരു കള്ളനായിക്കൊണ്ടിരിക്കുക. നിന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത്, ആവാതെ പറ്റില്ലല്ലോ. അപ്പോ
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് കൂടി പടിവാതിലിൽ എത്തി നിൽക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.